കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. നീയൊരു നാളും പതറുകയില്ല. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രലോകം കണ്ടെത്തിയ ഒരു അത്ഭുത പ്രതിഭാസം നോർത്തേൺ നെബൂല എന്ന പേരിലാണ് ശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്. അനേകം സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിലാണ് നോർത്തേൺ നെബൂല എന്ന് വിളിക്കപ്പെടുന്ന ശാസ്ത്രീയമായ കണ്ടുപിടുത്തം 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയതെന്ന് ശാസ്ത്രവിജ്ഞാനം നേടിയിട്ടുള്ള നമുക്കെല്ലാം ഒരു പക്ഷേ അറിയാമായിരിക്കും. എന്താണ് ഈ നോർത്തേൺ നെബൂല എന്ന് പറയുന്ന ഈ വലിയ പ്രതിഭാസം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രജ്ഞന്മാർ നോർത്തേൺ നെബൂല എന്നുള്ള കണ്ടുപിടുത്തത്തിന് ഏറെ പ്രാധാന്യം നൽകിയത്? നോർത്തേൺ നെബൂല എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസം പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും ഉത്തരദിക്കിലേക്ക് പോയിന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചത്തിലെ സർവ്വഗോളങ്ങളും വടക്ക് ദിക്കിലേക്ക് ഉത്തരദിക്കിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ആ അന്വേഷണമാണ് അനേക ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിമരുന്നിട്ടത്. നമുക്കറിയാം, പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും വടക്കോട്ട് ആകർഷിക്കപ്പെടുന്നതാണ്. സൂര്യകാന്തി ചെടി അത് സൂര്യനെ നോക്കി സൂര്യനിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. എന്നാൽ വടക്ക് നോക്കി യന്ത്രം ഉത്തരദിക്കിലേക്ക് ആകർഷിക്കപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ 75-ാമത്തെ സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വചനം നമുക്കേറെ കൗതുകം ജനിപ്പിക്കുന്നതാണ്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. അപ്പോൾ പിന്നെ വടക്ക് നിന്നാണ് ഉയർച്ച വരുന്നതെന്നാണ് സാധാരണക്കാരായിരിക്കുന്ന നമ്മളൊക്കെ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളിലേക്ക് ഉയർച്ച തരുന്ന, ഉത്കർഷം തരുന്ന സ്ഥാനം വടക്കാണെന്നാണ് സാധാരണഗതിയിൽ ചിന്തിക്കുക. അങ്ങനെ മനുഷ്യന് ഉയർച്ച നൽകുന്ന, ആത്മീയ ഉത്കർഷം നൽകുന്ന സ്ഥാനം എന്ന് പറയുന്നത് സ്വർഗമാണ്. അപ്പോൾ സ്വർഗം വടക്ക് ദിക്കിലാണെന്ന് ചിന്തിക്കുന്ന ആളുകളും ഒരു പക്ഷേ ഉണ്ടായേക്കാം. എന്തുമായി കൊള്ളട്ടെ, സങ്കീർത്തനക്കാരൻ തന്നെ തുടർന്ന് പറയുന്നുണ്ട്. 25-ാമത്തെ സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്ക് ആയിരിക്കുന്നു, എന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത് യഹോവയെങ്കിലാണ്. കിഴക്കല്ല, പടിഞ്ഞാറല്ല, തെക്കല്ല, മറ്റൊരു ദിക്കിലേക്കുമല്ല. എന്റെ മിഴികൾ എന്റെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് പതിച്ചിരിക്കുന്നു. എന്റെ ഉയർച്ച സാധ്യമാകുന്നത് ദൈവത്തിൽ നിന്നാണ്. എന്റെ സന്തോഷം പൂർണ്ണമാകുന്നത് ദൈവത്തിലാണ്. എന്റെ ആനന്ദവും എന്റെ പരിശ്രമങ്ങളും ഫലം കാണുന്നത് ദൈവത്തിങ്കലാണ്. അങ്ങനെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നാമും നമുക്കുള്ള സകലതും പൂർണ്ണത കണ്ടെത്തുന്നത്, ആഹ്ലാദം കണ്ടെത്തുന്നത്, സമാധാനം കണ്ടെത്തുന്നത്, സന്തോഷം കണ്ടെത്തുന്നത് സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ സർവവ്യാപിയായ
സർവജ്ഞനായ ദൈവത്തിങ്കലാണ്. 27-ാമത്തെ സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വചനം വായിക്കുമ്പോൾ കുറെ കൂടി നമുക്ക് കൗതുകം ജനിക്കുകയാണ്. എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ യഹോവയിലേക്ക് നോക്കും. എത്ര മനോഹരമായ വചനമാണ്. മീഖാ പ്രവാചകന്റെ പ്രവചന പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വചനം ഈ ചിന്തകൾക്ക് പൂർണ്ണത നൽകുകയാണ്. നമ്മുടെ അന്വേഷണങ്ങളെല്ലാം ഒരു ബിന്ദുവിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ആ ബിന്ദു എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. മീഖാ പ്രവാചകൻ പറയുന്നു, ഞാനോ എൻ്റെ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. അതുകൊണ്ട് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ തെക്ക് നിന്നോ മറ്റ് ദിക്കുകളിൽ നിന്നോ അല്ല, എൻ്റെ ദൈവത്തിൽ നിന്നാണ് എനിക്ക് ഉയർച്ച ലഭിക്കുന്നത്, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്, എൻ്റെ ചുറ്റുപാടുകൾ പൂർണ്ണമായി തീരുന്നത്. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെങ്കിലേക്ക് സൃഷ്ടി കണ്ണുയർത്തുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹൃദയത്തെ നമുക്ക് താലോലിക്കാം. സർവശക്തനായ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കാം. നമുക്ക് ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കപ്പെടാം. നമ്മുടെ ഹൃദയങ്ങൾ ഇനി ദൈവത്തെങ്കിലേക്ക് പോയിന്റ് ചെയ്യപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങളും ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിചിൽ നിറയും നിൻമുഖശോഭ പരമസുധാ നിൻ വചനമെൻ പരിചിൽ നിറയും നിൻമുഖശോഭ ചാവിനായി നീ നൊന്തു ക്രൂശിൽ ചീന്തിച്ചോരയൂറ്റിയൻ വാഴ്വിനായി ചാവിനായി നീ നൊന്തു ക്രൂശിൽ ചീന്തിച്ചോരയൂറ്റിയൻ വാഴ്വിനായി കുരിശിൽ നിണമൊഴുക്കി ക്രിസ്തുനാമ കീർത്തനം സദാ